ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാനും മോളും ഇക്കും കൂടിയിട്ട് മീൻ പിടിക്കാൻ പോകട്ടോ. പൊന്നാണി വെളിയങ്കോട് മുനമ്പത്ത് ബീവിയുടെ ജാറത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട് കടലും കായലും കൂടി ഒന്നിക്കുന്ന സ്ഥലം. ഇതിപ്പോൾ ഞങ്ങൾ പോയത് കുറച്ച് ദിവസം നിൽക്കാതെ മഴ പെയ്തല്ല, ആ സമയത്താട്ടോ പോയത്. അന്നെടുത്ത വീഡിയോ ആണ്, ഇപ്പോഴാണ് ഇത് അപ്ലോഡാക്കാൻ പറ്റിയിട്ടുള്ളത്. അവിടെ ചെന്ന സമയത്ത് നല്ല വെള്ളാട്ടോ, നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും ആയിരുന്നില്ല. കടലിലൊക്കെ നല്ല തിരയാണ്, ഇറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. ഇക്കയുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ വല വീശാൻ പോവാറുണ്ട്, മീൻ കിട്ടാറുണ്ട്. പിന്നെ നമ്മളൊക്കെ ആയിട്ട് ഇടയ്ക്ക് പോകലുണ്ട് ഇങ്ങോട്ട് വല വീശാൻ, അപ്പോഴും മീനൊക്കെ കിട്ടാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വളരെ മോശമാണ്, കാരണം നല്ല വെള്ളാട്ടോ. നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും ആയിരുന്നില്ല അവിടെ ചെന്ന സമയത്ത്. നമ്മൾ ഇവിടെയൊക്കെ ചെന്നാൽ ഇരിക്കുന്ന നല്ലൊരു സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കടലിൽ കൊണ്ടുപോയി. ഇപ്പോൾ അവിടെ ഒന്നും ഇരിക്കാനൊന്നും പറ്റില്ല, അവിടെ വഴിയൊന്നുമില്ല. അങ്ങനത്തെ ഒരു ഇതാണ്. കടൽ കുറച്ച് ദൂരെയാണ്, നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റുന്നില്ല. പിന്നെ അവിടെ ആണുങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്, പെണ്ണുങ്ങൾക്കൊന്നും അങ്ങനെ ചാടി ഇറങ്ങാനൊന്നും പറ്റാത്തൊരു അവസ്ഥയാണ് അവിടെ. അങ്ങനെ ഏതായാലും വലയിട്ട് വന്നതല്ലേ, എന്തെങ്കിലുമൊക്കെ ഒരു കറി വെക്കാനുള്ള എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് കാക്കും ഞങ്ങളും കൂടി അപ്പുറത്ത് ആ കായലിൽ പോയി. കായലിലും അത്യാവശ്യം നല്ല വെള്ളമുണ്ട് കേട്ടോ. അങ്ങനെ കാക്കു കുറേയൊക്കെ നടന്നു, വലയൊക്കെ വീശി നോക്കി. ഫസ്റ്റിൽ വീശി നോക്കുമ്പോൾ ഒന്നും കിട്ടിയില്ല കേട്ടോ. പക്ഷേ നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ നല്ല മീൻ കിട്ടാറുണ്ട്. പക്ഷേ ഇന്ന് കാക്കു ഫസ്റ്റിൽ വീശി നോക്കുമ്പോൾ ഒന്നും കിട്ടില്ല. അപ്പോൾ ഭയങ്കര ടെൻഷനായി, കാരണം നമ്മൾ അത്ര റിസ്ക് എടുത്ത് ഇവിടെ വന്നിട്ട് ഒന്നും കിട്ടില്ല പറയുമ്പോൾ. അങ്ങനെ പിന്നെ കുറേ സമയം അവിടെ ഇവിടെയൊക്കെ നടന്ന് വീശിയിട്ട് കുറച്ച് സമയത്തിന് ശേഷം ഒരു 6 മണിയൊക്കെ സമയമായി തുടങ്ങി. ആ സമയത്ത് ഇക്കാക്ക് ഒന്ന് വീശിയപ്പോൾ ഒരു ചെറിയ മീൻ കിട്ടിയിട്ട്, നമ്മളെ എന്താ പറയുക, മാന്തൾ, നമ്മൾ കടലിൽ കിട്ടുന്ന മാന്തൾ ഉണ്ടല്ലോ, അതാണ് ഇക്കാക്ക് ഫസ്റ്റിലൊന്ന് കിട്ടിയത്. അപ്പോൾ പിന്നെ ഇക്കാക്ക് ഒരു ചെറിയ പ്രതീക്ഷ വന്നു, ഇനി എന്തായാലും കിട്ടും, ഒന്ന് കിട്ടിയല്ലോ, അപ്പോൾ പിന്നെ എന്തായാലും കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ വീണ്ടും കുറേ സമയം അവിടെ നടന്ന് വീശി. ഞാനും മോളും കൂടി എന്ത് ചെയ്തു, അവിടെ അപ്പുറത്ത് കടലൊക്കെ കണ്ടിരുന്നു. പിന്നെ ഇവിടെ അതാ ഒരു പയ്യന് എങ്ങോട്ടോ പോവുകയാണ്, മറ്റേ ചെറിയ ഇതിൽ വഞ്ചിയിൽ ഇങ്ങോട്ടോ പോവുകയാണ്. അപ്പം ഞങ്ങൾ ആ കാഴ്ച ഇങ്ങനെ കണ്ടിരുന്നു. കാക്ക അവിടെയൊക്കെ നടന്ന് വലയൊക്കെ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആളിതാ വീണ്ടും വീണ്ടും വല വീശിക്കൊണ്ടിരിക്കണം. ഏകദേശം ഒരു 6 മണി 6:15 ടൈമായിട്ടോ. പിന്നെ ഇങ്ങനെ ചെറിയ ചാറ്റൽ മഴ ഒക്കെ അങ്ങനെ തുടങ്ങി. ഇതാണ് നമ്മൾ ഫസ്റ്റ് കിട്ടിയ മാന്തൽ. പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ മീനുകളൊക്കെ കിട്ടൽ തുടങ്ങി. സാധാരണ വലിയ മീനാണ് കിട്ടല്. അത് അപ്പോൾ വലുത് കിട്ടുമ്പോൾ നമുക്ക് ചെറുതൊരു നമ്മൾ കാര്യത്തിലെടുക്കാമല്ല. ഇന്നിപ്പോൾ ചെറുത് കിട്ടിയെന്നെങ്കിൽ വെച്ചിട്ട് ഇരിക്കട്ടെ ഞങ്ങൾ. അങ്ങനെ ഒരു കറി വെക്കാനുള്ള മീനൊക്കെ കിട്ടി, കുറച്ച് കിട്ടി. പിന്നെ നല്ല വെള്ളമുണ്ട് കേട്ടോ, നല്ല വെള്ളമുള്ള കാരണേ പിന്നെ മഴയൊക്കെ ഇങ്ങനെ പെയ്യൽ തുടങ്ങി. പിന്നെ അധികം അവിടെ നിൽക്കാൻ തോന്നില്ല. പിന്നെ വെള്ളത്തിൽ കൂടിയാണ് നമ്മൾ അങ്ങോട്ട് അപ്പുറത്തേക്ക് കടന്നതൊക്കെ കേട്ടോ. നമ്മൾ വന്നിരുന്നൊരു വഴിയൊക്കെ ഉണ്ടായിരുന്നു, അവിടെയൊക്കെ ഇപ്പോൾ ഫുള്ള് വെള്ളം മൂടിയിട്ട് ആ വെള്ളത്തിൽ കൂടി മുട്ടോളം വെള്ളമുണ്ട്. ആ വെള്ളത്തിൽ കൂടിയാണ് നമ്മളിങ്ങോട്ട് ഇപ്പുറത്തേക്ക് കടന്നു വന്നത് കേട്ടോ. മറ്റേത് അവിടെ ഒന്നും വെള്ളം ഉണ്ടാവില്ല, നല്ല വല വീശാൻ പറ്റിയ സ്ഥലവും നമുക്ക് ഇരിക്കാൻ പറ്റിയ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഈ ഒരു കുറച്ച് ദിവസം നിൽക്കാതെ പെയ്ത മഴയിൽ ഇതാ കണ്ടില്ലേ, ഇവിടെ ആകെ അങ്ങോട്ട് വെള്ളം കൊണ്ടേക്കാണ്. ഇവിടെയൊക്കെ നല്ല അടിപൊളി സ്ഥലമായിരുന്നു, ഇരിക്കാൻ പറ്റിയ നല്ല കാഴ്ചയുള്ള സ്ഥലമായിരുന്നു കേട്ടോ. ഇപ്പം അവിടെ ഒന്നും അതിനൊന്നും പറ്റാത്തൊരു ഇതായി മാറിയിരിക്കും. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇങ്ങനെ ആളുകളിങ്ങനെ വലയിട്ട് വന്നിട്ടുണ്ട്, അപ്പോൾ അവരൊക്കെ ഇങ്ങനെ വല വീശുന്നുണ്ട്. പിന്നെ വൈകുന്നേരം ടൈമായി, പിന്നെ കിട്ടിയ മീനിനൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അതെന്താ വെച്ചാൽ പിന്നെ മഴ ആയി, ഇരുട്ട് കൂടി, വേഗം ഇവിടുന്ന് എങ്ങനെയും രക്ഷപ്പെട്ടാൽ മതി എന്നായിട്ടോ. കാരണം നല്ല മഴയും പെയ്യൽ തുടങ്ങി. പിന്നെ അപ്പുറത്തൊക്കെ ആകെ വെള്ളവും ഇരുട്ടും വല്ലാത്തൊരു സിറ്റുവേഷനായി തുടങ്ങിട്ടോ. അങ്ങനെ ഞങ്ങൾ വേഗം അവിടുന്ന്, അപ്പോഴും കാക്ക പറഞ്ഞ് മറ്റേ നമുക്ക് 2 ഇതും കൂടി വലയും കൂടി വീശിയിട്ട് പോവാം. ഏതായാലും അതിലും കൊണ്ട് കാക്ക അവിടുന്ന് ആ ഇഷ്ടത്തും അവിടെ വല വീശിട്ടോ. ഇത് അതിൻ്റെ മുമ്പെടുത്ത ക്ലിപ്പാട്ടോ. കാക്ക അവിടെ ആ ഇഷ്ടമായിട്ടും ഒന്നും കൂടി വലയൊക്കെ വീശി. അങ്ങനെ വേഗം മഴയൊക്കെ പെയ്ത് ഞങ്ങൾ വേഗം അവിടുന്ന് എസ്കേപ്പായിട്ടോ. പിന്നെ മഴയൊക്കെ കൊണ്ട് നനഞ്ഞ് ആകെ ഇതായി, പിന്നെ നല്ല വിശപ്പും തുടങ്ങി. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് കയറി വേഗം ഒരു ഇതൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി, റെയിൻകോട്ടൊക്കെ ഇട്ടിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരു കടയിൽ കയറി ഷവർമയും നല്ല ചൂടുള്ള ചായയൊക്കെ കുടിച്ച് നേരെ വിട്ടു ഞങ്ങൾ വീട്ടിലേക്ക്. അപ്പോൾ ഇത്രയായിരുന്നു കാക്കയുടെ കൂടെ മീൻ പിടിക്കാൻ പോയ വിശേഷങ്ങൾ. ഒരു ചെറിയ മിനി വ്ളോഗ്. ഇഷ്ടമായെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.